ദക്ഷിണ ഭാരതത്തിലെ സംസ്ഥാനങ്ങൾ വികസിക്കാതെ വികസിത ഭാരതം സാധ്യമാകാൻ പോകുന്നില്ല. और महान केरल राज्य जो अनेक संस्कृतियों का मिल मिलाप कर कर आगे बढ़ने वाला राज्य है, विकसित केरलम आज से भारतीय जनता पार्टी का मूल उद्देश्य बनने वाला है. ഈ വിവിധ സംസ്കാരങ്ങളുടെ വിവിധ ആശയധാരകളുടെ കേന്ദ്രമായ കേരളത്തിൽ വികസിത കേരളം എന്ന ഭാരതീയ ജനതാ പാർട്ടിയുടെ ആശയമാണ് കേരളത്തിന്റെ വികസനത്തിന് അടിസ്ഥാനമാകാൻ പോകുന്നത്. भाइयों बहनों, जिस आधार पर विकसित केरलम की कल्पना हम करते हैं, उसके मूल में मोदी जी के 3 सिद्धांत हैं. पहला, करप्शन बगैर का गवर्नेंस. ഏത് അടിസ്ഥാനത്തിലാണോ നാം വികസിത കേരളം എന്ന സങ്കല്പം മുന്നോട്ട് വെക്കുന്നത്, അതിന്റെ അടിസ്ഥാനം എന്നുള്ളത് നരേന്ദ്രമോദി മുൻപോട്ടേക്ക് വെക്കുന്ന 3 കാര്യങ്ങളാണ്. അതിലൊന്നാമത്തേതാണ് അഴിമതിരഹിത ഭരണം. दूसरा, सरकारी योजनाओं में कोई भेदभाव नहीं होगा. വിവേചനമില്ലാതെ സർക്കാർ പരിപാടികളുടെ നടപ്പാക്കൽ. और तीसरा, वोट बैंक पॉलिटिक्स से ऊपर उठकर केरल के विकास की संकल्पना. പ്രീണന രാഷ്ട്രീയം അവസാനിപ്പിച്ചുകൊണ്ട് വോട്ട് ബാങ്ക് രാഷ്ട്രീയം അവസാനിപ്പിച്ചുകൊണ്ടുള്ള വികസനം. भाइयों बहनों, कम्युनिस्ट पार्टी और भाजपा दोनों केडर बेस्ड पार्टी है. CPM-ഉം BJP-യും കേഡർ സ്വഭാവത്തിലുള്ള പാർട്ടികളാണ്. मगर दोनों में बहुत बड़ा अंतर है. कम्युनिस्ट पार्टी के लिए केरल का विकास, इसके ऊपर केडर का विकास है. പക്ഷേ രണ്ടും തമ്മിലുള്ള അടിസ്ഥാന വ്യത്യാസം, ഭാരതീയ ജനതാ പാർട്ടിയുടെ ലക്ഷ്യം കേരളത്തിന്റെ വികസനമാണ് എങ്കിൽ CPM-ന്റെ ലക്ഷ്യം അവരുടെ അണികളുടെ വികസനം മാത്രമാണ്. और भारतीय जनता पार्टी के लिए कैडर के विकास के ऊपर विकसित केरलम है. ഭാരതീയ ജനതാ പാർട്ടി ലക്ഷ്യം എന്നുള്ളത് BJP-കാരുടെ ലക്ഷ്യത്തിനും ഉപരിയായി ഈ കേരളത്തിന്റെ മൊത്തത്തിലുള്ള വികസനമാണ്. और मित्रों, ये LDF, UDF, LDF, केरल की जनता ने कई साल तक दोनों को मौके दिए, मगर दोनों ने किया क्या? हिंसा, भ्रष्टाचार, वोट बैंकों की निर्मिति, एपीसमेंट और देश विरोधी तत्वों का केरल में पनाहगाह बनाने का काम किया है. പ്രിയപ്പെട്ടവരെ, കേരളത്തിലെ ജനങ്ങൾ LDF-നും UDF-നും നിരവധി അവസരങ്ങൾ നൽകിയിരുന്നു. പക്ഷേ അവരെന്താണ് തിരിച്ചു നൽകിയത്? അക്രമവും അഴിമതിയും പ്രീണനവും വോട്ട് ബാങ്ക് രാഷ്ട്രീയവും എന്നതിനും അപ്പുറത്തേക്ക് ഈ കേരളത്തെ ദേശവിരുദ്ധ നറേറ്റീവുകളുടെ ദേശവിരുദ്ധന്മാരുടെ താവളമാക്കി കൂടി അവർ മാറ്റിയിരിക്കുന്നു. मित्रों, जब PFI की गतिविधि इतनी बड़ी, मोदी जी ने PFI पर प्रतिबंध डाला. मैं आज पूछना चाहता हूं, जिस धाराओं के तहत मोदी जी ने PFI पर प्रतिबंध किया, वो सारी धाराएं केरल सरकार के पास भी सारी शक्तियां थी. क्यों केरल की लेफ्ट सरकार ने PFI को प्रतिबंधित नहीं किया? और PFI बढ़ता 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 भारत के अन्य हिस्सों में जब गया, तब मोदी जी ने PFI को बैन कर कर सारे राष्ट्र विरोधी लोगों को जेल की सलाखों के पीछे डालने का काम किया. പ്രിയപ്പെട്ടവരെ, ഈ കേരളത്തിൽ തഴച്ചു വളർന്ന മതതീവ്രവാദ രാഷ്ട്രീയം, പോപ്പുലർ ഫ്രണ്ടിന്റെ നേതൃത്വത്തിൽ നടന്ന മതതീവ്രവാദ രാഷ്ട്രീയത്തെ തടയിട്ടത് നരേന്ദ്രമോദി സർക്കാരാണ്. ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നു, PFIക്കെതിരെ എന്ത് നടപടിയാണ് ഈ കേരളം ഭരിക്കുന്ന ഇടതുപക്ഷ സർക്കാർ എടുത്തതെന്ന് അറിയാൻ ആഗ്രഹിക്കുന്നുണ്ട്. PFIയെ മോദി സർക്കാർ നിരോധിച്ച ശേഷവും കേരളത്തിൽ അവരുടെ പ്രവർത്തനം സജീവമാണ്. പക്ഷേ കേരളത്തിലും അകത്തും പുറത്തുമുള്ള മുഴുവൻ മത തീവ്രവാദികളെയും ജയിലിനകത്ത് പിടിച്ചിടാൻ, ജയിലിലിടാൻ സാധിച്ചത് നരേന്ദ്രമോദിക്ക് മാത്രമാണ്.